ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തി അതിൻ്റെ പാൻറ്റുമാണ്. പാൻറ്റെന്ന് പറഞ്ഞാൽ മറ്റേ സിഗരറ്റ് പാൻറ്റാണ്. സിഗരറ്റ് പാൻറ്റ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വെച്ചിട്ടുള്ള സിഗരറ്റ് പാൻറ്റ്, പിന്നെ ഒരു കുർത്തി. അപ്പോൾ കുർത്തിയാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. ചുരിദാറിൻ്റെ ടോപ്പ് ലൈനിങ് കട്ട് ചെയ്തു. ഇത് ലൈനിങ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടോപ്പ് കട്ട് ചെയ്യുന്നതിൻ്റെ. അപ്പം ഞാൻ അത് ഒരു മോഡൽ സാരി കൊണ്ടാണ് കേട്ടോ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ സാരിയുടെ വർക്കൊക്കെ നോക്കി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ 45 ഇഞ്ച് ഇറക്കത്തിന് നല്ല പീസ്, അല്ലെങ്കിൽ ഒരു കുറച്ച് ലൈനിങ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇരിക്കുകയാണ്. നമുക്ക് നല്ല പീസ് കട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തത് കേട്ടോ. ഫ്രണ്ട് പീസ് എൻ്റെ വർക്കൊക്കെ നോക്കി നമ്മൾ കട്ട് ചെയ്തു. നമ്മളടുത്ത് ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യണം. ബാക്ക് പീസും കട്ട് ചെയ്തു. നമ്മൾ സ്ലീവ് വെട്ടാൻ പോകണം. സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ് വെക്കാതാണ് സ്ലീവ് വെട്ടുന്നത്. അതിൻ്റെ അളവെടുത്തു 18 ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടിയത്. ഞാനിപ്പം താഴെയും അരയിഞ്ച് മേളിലും അരയിഞ്ച് മടക്കി തേക്കാനൊക്കെ ഇട്ടിട്ട് തേരുവശം ആയതുകൊണ്ട് അരയിഞ്ചൊക്കെ ഇട്ടാൽ ഇറക്കി വിട്ട് നമ്മൾ വരച്ചു. പിന്നെ കൈക്കുഴി ഷേപ്പ് ചെയ്തു. അരയിഞ്ച് ഫ്രണ്ട് പീസ് കയറ്റി വെട്ടി കൈയുടെ വണ്ണം അടയാളപ്പെടുത്തി തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി. സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സിഗരറ്റ് പാൻറ്റാണ് കേട്ടോ. സിഗരറ്റ് പാൻറ്റ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വെച്ചിട്ടുള്ള ഒരു സിഗരറ്റ് പാൻറ്റാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇറക്കം 36 ഇഞ്ച് ഇറക്കവും വണ്ണം 40 ഇഞ്ച് വണ്ണവും ഇട്ടിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ 36 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ പടിയ എന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ചാണ് ഫ്രണ്ടിൽ പടി വെക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ചും കുറച്ചിട്ട് 36-ന് 1.5 ഇഞ്ചും പോയി കഴിയുമ്പോൾ 34.5 കിട്ടും. 34.5 ഇവിടെ ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ അരയിഞ്ച് ഇവിടെ തേരുവശം ആയതുകൊണ്ട് ഈ വർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഈ തേരുവശം ഇവിടെ കാണാം, തേരുവശം മാത്രം അരയിഞ്ച് നമുക്ക് മടക്കി തയ്ച്ചാൽ മതി. അപ്പോൾ ആ അരയിഞ്ച് എടുത്തിട്ട് 35 ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അടയാളപ്പെടുത്തുന്നത് 35 സീറ്റ് വണ്ണം എനിക്ക് 40ആണ്. 40ൻ്റെ 4-1 10 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 12 ഇഞ്ചിട്ടാണ് നമ്മൾ സീറ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. സീറ്റ് ഇറക്കമാണ്. സീറ്റ് ഇറക്കം 10 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതായത് ഇവിടെ നമ്മൾ 10 ഇഞ്ച്
12 ഇഞ്ച് അങ്ങോട്ട് അടയാളം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി 14 ഇഞ്ച്. എന്നിട്ട് ഇങ്ങോട്ടൊരു ഷേപ്പ് വരും. മനസ്സിലായല്ലോ? പിന്നെ അടിവശം നമ്മൾ എടുക്കുന്ന അടിവശത്തിൻ്റെ വണ്ണം എടുക്കുന്നത് ഈ 14 ഇഞ്ചിൻ്റെ നേർപകുതിയാണ്, 7 ഇഞ്ച്. ഇതും താഴോട്ട് ഇങ്ങോട്ട് 7 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഈ 7 ഇഞ്ചാണ് സെൻട്രൽ. അവിടെ നിങ്ങോട്ട് കാലിൻ്റെ വണ്ണം 3.5, ഞാൻ 7 ഇഞ്ചിട്ടാണ് കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുന്നത്. അങ്ങോട്ടേക്ക് ഇത് നമ്മൾ ജോയിൻ്റ് ഫ്രണ്ടിൽ പടി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്കൊരു ഈ സീറ്റ് ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, ഇങ്ങോട്ടേക്ക് നമ്മളൊരു ഷേപ്പ് വരയ്ക്കുന്നു. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷേപ്പ് വരച്ചാണ് ഫ്രണ്ട് പീസ് നമ്മൾ പടിയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഷേപ്പ് നമ്മൾ ഇവിടെ കുറച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരച്ചത്, ഫ്രണ്ട് പീസിൻ്റെ പാറ്റേൺ വരച്ചത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തത്. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിനെ കഴിഞ്ഞും വലുതാണ് ബാക്ക് പീസ്. ബാക്ക് പീസിന് നമ്മൾ ബാക്കിൽ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് നമ്മൾ 1.5 ഇഞ്ചാണ് ഇലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മടക്കി തയ്ക്കാനുള്ള 1.5 3 ഇഞ്ചിട്ടാണ് നമ്മൾ കൂട്ടിയിട്ടാണ് ഇറക്കം എടുക്കുന്നത്. 3 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കി ഈ മേളിൽ മടക്കി തയ്ക്കാനുള്ള തയ്യത്തും കൂടെ കൂട്ടി 3.5 ഇട്ടാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. 3.5 ഇഞ്ച് നമ്മൾ ഇവിടെ കൂട്ടിയിട്ട് വണ്ണം നമ്മൾ സീറ്റ് വണ്ണം 10 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി 12 ഇഞ്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. അവിടുന്ന് 1 ഇഞ്ച് മേളിലേക്ക് നമ്മൾ ഒരു ഷേപ്പിന് വേണ്ടി നമ്മൾ ഇടുന്നുണ്ട്. ബാക്കിൽ നമ്മളെപ്പോഴും തുണി കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റും. ആണല്ലോ നമുക്ക് സീറ്റ് വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, 1 ഇഞ്ച്. ഒരു ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. 1.5 ഇഞ്ച് എടുത്തത്. നമ്മൾ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 2 ഇഞ്ച് ഈ വന്നിരിക്കുന്ന ഫ്രണ്ട് പീസിലേക്ക് കഴിഞ്ഞ് 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത്.
ഫ്രണ്ട് പീസിനെ കഴിഞ്ഞും ബാക്കിൽ ഇലാസ്റ്റിക് വെക്കാനുള്ള 1.5-3 ഇഞ്ച് മടക്കി തയ്ക്കുന്ന കൂട്ടി 3 ഇഞ്ച് ഇട്ടു, 1/2 ഇഞ്ച് എത്തുമ്പോൾ വീണ്ടും 1 ഇഞ്ച് മേളിലേക്ക് നമ്മളൊരു ഷേപ്പിന് വേണ്ടി എടുത്തു. അപ്പം നമുക്ക് ടോട്ടൽ ഈ സീറ്റ് ഇറക്കം 15 വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ ഫ്രണ്ട് പീസില്ലേ, ഇവിടുന്ന് നമുക്ക് 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുക്കും. നമ്മൾ ഫ്രണ്ട് പീസിനെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് പീസ് കൂട്ടിയിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ബാക്ക് പീസിലാണ് നമ്മൾ തയ്യൽത്തുമ്പോൾ വരുന്നത്. ഈ സൈഡ് നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് വെട്ടിയത്. പക്ഷേ ഈ സൈഡ് നമ്മൾ അതേ അളവിന് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ ഫ്രണ്ട് പീസിന് നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തായിരുന്നു. പക്ഷേ ബാക്ക് പീസിൽ നമ്മളത് കട്ട് ചെയ്യരുത്. ബാക്ക് പീസിനാണ് എപ്പോഴും തുണി കൂടുതൽ വേണ്ടിയത്. നമുക്കിനി കട്ട് ചെയ്യാം. ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്തു. ഫ്രണ്ട് പീസിൻ്റെ പടിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നു. ഇത് നമ്മൾ സ്റ്റിപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. നമ്മളൊരു പോക്കറ്റിന് ഇങ്ങനെ മടക്കിയിട്ട് 12 ഇഞ്ച് ഈ ഷേപ്പിനാണ് ഞാൻ പോക്കറ്റ് കട്ട് ചെയ്യുന്നത്. നമ്മൾ സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ബാക്ക് പീസ്, ഫ്രണ്ട് പീസ് നമ്മളതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു, ബാക്ക് പീസ് കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്തു. ആദ്യമായിട്ട് നമുക്കൊക്കെ ഒരു ഷോളും കിട്ടി.